ഹായ്, ഇന്നത്തെ ഒരു ഡേ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതായത് ഇന്ന് ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ, പിന്നെ മോളുടെ ചോറൂണ് ഇന്ന് തന്നെ ആയിരുന്നു നമ്മൾ ഡേറ്റ് എടുത്തിരുന്നത്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളാൽ മോളുടെ ചോറൂണ് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. ഇനി 25-നായിരുന്നു ഡേറ്റ്, അടുത്തത് ഡേറ്റ്. ആ ഒരു ഡേറ്റിൽ നടത്തണമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മോളുടെ ചോറൂണ് മുടങ്ങിയതിൽ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഒരു കാര്യം വിചാരിച്ചപ്പോൾ ചിലപ്പോൾ ഇപ്പം കൊടുക്കാൻ സമയം ആയിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും മുടങ്ങിപ്പോയി എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചോറുടുപ്പിന് പോകുമ്പോൾ ഇടാനെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനാണെങ്കിൽ ഒരു മാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ പേര് കരിങ്കാലി മാലയെന്ന് കേട്ടോ പറഞ്ഞിരുന്നത്. കുഞ്ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു രുദ്രാക്ഷമൊക്കെ സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ആൾ വാങ്ങിച്ചത്. വീഡിയോ എടുത്തോ കൊച്ചിപ്പോ ശാലുവിന് ചീത്ത വിളിക്കുന്നേട്ടോ. കൊച്ചു അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെ പറയുള്ളൂ. ഒട്ടും സമയങ്ങളെയില്ല, പെട്ടെന്നൊന്ന് ഒരുങ്ങി റെഡി ആയി വരണം കേട്ടോ. എന്നിട്ട് വേണം മോളെ ഒരു കണ്ണാടിക്കകത്ത് കയറി പോടെ. അറ്റ്ലീസ്റ്റ് ലൈനിങ്ങെങ്കിലും കൊണ്ടുവന്നു. കച്ചിഞ്ഞ് എന്റെ മോളെല്ലാം കൂടെ വലിച്ചു പറിച്ച് നോക്കും മിക്കാറും. ശാലുവിന്റെ മുടിയില്ല പണി. ഞാനും നിനക്കത്തില്ല, എന്റെ ഡ്യൂട്ടി നോക്ക് വലിച്ചു പറിക്കുന്നവള്. അങ്ങനത്തെ പെട്ടെന്നൊന്നും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഞാനിത് സാരി ആയിട്ട് കൊടുത്തേക്കുന്നത്. ഞാനിത് ഓൺലൈൻ മേടിച്ചാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവായിരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി സാരിയാണ്. ഈ റേറ്റിൽ ഇത്ര അടിപൊളിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. പക്ഷേ ഇതെനിക്ക് വീഡിയോയിൽ എത്രത്തോളം അടിപൊളിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഒരു 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന്. ഇത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ബ്ലൗസ് അല്ല ഇതിനകത്ത് വരുന്നത്, കോൺട്രാസ്റ്റ് ഒരു റെഡിഷ് കളറായിരുന്നു. റെഡ് പ്ലെയിൻ ആയിരുന്നു വന്നിരുന്നത്. പിന്നെ എനിക്ക് ഓൾറെഡി ഈ ഒരു ബ്ലൗസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് ഇട്ട് നോക്കിയപ്പോൾ മാച്ച് ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എവിടെ പോവാടാണ്? അപ്പൊ വീട്ടിൽ പോവാനാണ്. ഒരുങ്ങി ഇറങ്ങി കതവ് പൂട്ടിയപ്പോഴാണ് കേട്ടോ ഗിഫ്റ്റിൻ്റെ ആരോ ഓർമ്മ വന്നത്. അങ്ങനെ ഓടിപ്പോയി പിന്നെ ശാലു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ആണെങ്കിൽ ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ബാക്ക് സീറ്റ് കമഴ്ത്തിയിട്ടിട്ടാണല്ലോ നമ്മൾ ആ ഒരു വണ്ടി വെച്ചിരുന്നതാണ് പിന്നെ കൊണ്ട് കൊടുത്തത്. പിന്നെ അമ്മയ്ക്കൊക്കെ വരാനും പറ്റില്ല. അമ്മയും ശാലും ഒക്കെ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് പിന്നെ തലേന്ന് രാത്രി തന്നെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഇതാ അമ്മയും അച്ഛനും ഇതാ ബൈക്കിൽ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അതിൻ്റെ പിറകെ ഞങ്ങളും പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശാലുവിൻ്റെ അടുത്ത് ഋതു ഭയങ്കര ബഹളം കാണിക്കുന്നുണ്ട്. ആളെ മാന്തയും നുള്ളയും പിച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ കെട്ടിയിട്ട് എൻ്റെ മുടി ശരിയാകുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാരിക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. ഒന്നാമത്തെ കാര്യം മുടിയെല്ലാം കൊഴിഞ്ഞ് മൊത്തം പോയിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ വരും. നെറ്റിയരുവിൻ്റെ അവിടെ നിന്നൊക്കെ ഒന്നും പറയുകയും വേണ്ട. അതുകൊണ്ട് മുടി എങ്ങനെ കെട്ടിയാലും എനിക്കങ്ങോട്ട് ഒതുങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചിങ്ങനെ അഴിച്ചിടുമ്പോൾ പിന്നെയും കൊള്ളാമെന്ന് ശാലു പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് മുടി അഴിച്ചിട്ടത്. എനിക്കത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. 9 മണിക്ക് മുന്നേ ഇവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 9 മണിക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. മുന്നെയൊക്കെ കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ പോയേക്കാണ്. പിന്നെ ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഡെക്കറേഷനൊക്കെ ഇന്നലെ രാത്രി തന്നെ അവർ വന്ന് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നേ. അങ്ങനെ അവർ 9 മണി 9-9:15 മോൻ്റെ ടൈം കേട്ടോ, അതായത് ബർത്ത് ടൈം. ആ ഒരു സമയത്ത് കേക്ക് കട്ട് ചെയ്യണമെന്ന് കേട്ടോ വിചാരിച്ച്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുഞ്ഞൊരു കേക്ക് അല്ലാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മാത്രം എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഒരു കേക്ക് കട്ട് ചെയ്ത് അവനിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇത് കാണുമ്പം തന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ. ഈ ഒരു ബർത്ത്ഡേക്ക് കൂടണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അവൻ്റെ മിക്ക ഫങ്ഷൻസും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു വയ്യായികയോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിരിക്കും. ഒന്നി കുഞ്ഞിന് വയ്യാണ്ടിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വയ്യായിരിക്കും. എനിക്ക് ആ ഒരു പ്രഗ്നൻസി ടൈമിലായിരുന്നു ഇവൻ്റെ ഓരോ ചടങ്ങുകളും വന്നിരുന്നത്. അതായത് ചോറുടുപ്പായാലും നൂലുകെട്ടായാലും ഒക്കെ ആ ഒരു സമയത്ത് എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വീട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒന്നിനും എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് എന്തായാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തന്നെ നമുക്ക് വരണം എന്നിങ്ങനെയുള്ളത്. ഈ ഒരു നിമിഷത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഇത് ആദ്യക്കുട്ടനെ ഒരു പൊടിയോളം കേക്ക് കൊടുക്കുന്നുണ്ട്. അധികം കൊടുക്കണ്ടാവും, കുഞ്ഞല്ലേ. അങ്ങനെ പിന്നെ ഋതുവാണ്
ആണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുകയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോന്ന് കഴിക്കാനൊക്കെ എടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ മുഖത്തോട് ഇങ്ങനെ നോക്കിയിരിക്കും, എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ നല്ല വിഷമം ഉണ്ട് കേട്ടോ. ചോറ് കൊടുക്കാതെ എന്താ ചെയ്യാനോ, ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിന്. എന്നാലും ഞാൻ ചോറ് കൊടുത്താൽ അവൾക്ക് ഈ കേക്കും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. പിന്നെ ഇത് ആള് ഭയങ്കര ഹാപ്പി മൂഡാണ്, പാട്ടിട്ട് നല്ല രീതിയിൽ തകർത്ത് ഇവിടെ ഡാൻസ് കളിക്കുകയാണ് അവള്. എന്താ ക്ഷീണിച്ചോ? മുടി ഒറ്റ വരും, കൈക്ക് ഒറ്റ കൈ. ശാലു നോക്കി പഠിക്കുക, അടുത്ത എൻ്റെ കൊച്ചിനെ ഞാൻ ഇട്ട് കൊടുക്കേണ്ടതാണ്. കല്യാണം കഴിക്കുക, പറക്കുക, പ്രസവിക്കുക, 6 കഴിഞ്ഞ് കൊടുക്കുക, പറക്കുക. അതാണ് എൻ്റെ അജണ്ട. ഋതുവിനെ വീട്ടിൽ വെച്ച് ഒരുക്കാനൊന്നും പറ്റില്ല കേട്ടോ, സമയം പോയിട്ടുണ്ടായിരുന്നു. അതും രാവിലെ തന്നെ ആൾ എഴുന്നേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഋതുവിൻ്റെ ആണെങ്കിൽ ചോറൂണ് നമുക്ക് സമയം കിട്ടിയത് 7:30 തൊട്ട് 8 മണിക്ക് അകം വെച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് നമുക്ക് എന്തായാലും ചോറ് കൊടുപ്പ് നടന്നില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കുറച്ച് ലൈറ്റായിട്ടൊക്കെ എഴുന്നേറ്റത്. അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങ് വന്നേ ഉള്ളൂ. പിന്നെ ഋതുവിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരുക്കാമെന്ന് കരുതി, കാരണം 11 മണി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഫംഗ്ഷൻ്റെ ടൈം പറഞ്ഞിരുന്നത്. ഒരു സമയത്ത് എല്ലാവരും വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമുണ്ട് ഒരുക്കാനൊക്കെ. മോളെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മാത്രമേ അവളൊന്ന് ഒരുക്കാൻ കഴിയുള്ളൂ, കാരണം തൊടാൻ പോലും ആൾ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ പിരിയൊക്കെ എഴുതിയൊക്കെ കുട്ടപ്പിയാക്കി എടുത്തപ്പോഴത്തേക്ക് ഇത് ആദ്യക്കുട്ടനൊക്കെ ഒരുങ്ങി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ഇതായിരുന്നു കേട്ടോ അവരുടെ ഡ്രസ് കോഡ്. ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഋതുവിന് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇതങ്ങോട്ട് ഇട്ടിട്ട് അത്ര അങ്ങോട്ട് സുഖമുള്ളതുപോലെ തോന്നില്ല, കാരണം ഇതിനകത്തൊരു മിനിക്ക് പോലെയൊക്കെ ഉള്ളതുകൊണ്ട് ആളുടെ മുഖത്തൊക്കെ കുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് വിശക്കെ ഉറക്കം വരിക ചെയ്യാൻ തോന്നുന്നു. ഉറക്കം വരുന്നതായിരിക്കും ഇവിടെ. അതാ എല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം ഉറങ്ങിപ്പോയി, പാവം. രാവിലെ എഴുന്നേറ്റുണ്ടായിരുന്നു. അവൻ രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേക്കാറുള്ളത്. പക്ഷെ അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് പിന്നെ ഉറങ്ങിയതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് നിന്നങ്ങ് ഉറങ്ങുമായിരുന്നു, പാവം കുഞ്ഞേട്ടോ. പിന്നെ അവനെ ഉണർത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് കേക്ക് കട്ടിങ്ങും നമ്മുടെ ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഋതുവിൻ്റെ കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഋതുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എങ്ങനെയൊക്കെ ആയിരിക്കും, 1-2 കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണോ അതോ അല്ലാണ്ട് സാധാരണ രീതിയിലായിരിക്കണോ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നോക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കേക്കും കട്ട്ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അതൊക്കെ കൊടുത്തു. അതിനകത്ത് നിന്ന് ഞാനും പിന്നെ ഓരോന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഋതു ഭയങ്കര ബിസിയാണ് കേട്ടോ. എല്ലാവരും വന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് അവളെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ഭയങ്കര ബിസിയാണ്. പിന്നെ ഈ സമയത്ത് എല്ലാവരുടെ കയ്യിലും അവൾ പോകുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ അറിയാറായി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും പിന്നെ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടക്കുന്നു. പിന്നെ ഋതു ഇവിടെ നല്ല കാര്യം പറച്ചിലാണ് കേട്ടോ മാമിമാർ ഇരുന്നിട്ട്. അങ്ങനെ പിന്നെ മാമനൊക്കെ വിളിച്ചിട്ട് പിന്നെ വീഡിയോ കോൾ ചെയ്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ. എല്ലാവരുടെയും കൂടെ ആളിരുന്ന് ആ ഊന്നൊക്കെ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഒത്ത് ഇതാ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഋതുടനാണെങ്കിൽ തകർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഇതാ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരുമായിട്ട് കാര്യം പറഞ്ഞൊക്കെ നിൽക്കുകയായിരുന്നു. ഈ ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്താണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോഴത്തേക്ക് ഫാമിലീസിലെല്ലാവരും കാണുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഋതുവിട്ട് നല്ല കരച്ചിലുണ്ടായിരുന്നു. അവൾക്ക് പാലൊക്കെ കൊടുത്തൊന്ന് ഉറക്കി കിടത്തിയിട്ടാണ് ഫുഡ് കഴിക്കാൻ.
ഇവിടെ മറ്റേ കല്യാണ വീട്ടിലെ വീഡിയോ പിടിക്കാൻ എന്നാ ഓക്കെ പതിയെ കഴിച്ചോ. ഡീസൻ്റായിട്ട് കഴിക്കുവാണേ. ഇവിടെയും ഡീസൻ്റായിട്ട് കഴിച്ചു. അവിടെ നാണം സെയിം അത് തന്നെ. ഫുഡ് മുകളിലും അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതാ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. വിടരുത് എന്റെ നെഞ്ചത്തെ അല്ല എന്റെ നെഞ്ചത്തോട്ടായിരിക്കും വന്ന് കയറുന്നത്. നീ എന്നാലും വണ്ടി വിടാൻ പോയില്ലേ കൈയെടുത്ത്. നല്ലായി പാവം. കയ്യിലൊക്കെ ഇന്നലെ കൊതുകുത്തിയതാ കയ്യിലും കാലില്. അവർക്ക് ഡ്രസ്സ് മുമ്പായിട്ട് ഡ്രസ്സ് പറ്റിയില്ല. അത് അമ്മയുടെ സുഖം പറ്റി. ഋതുവിന് ആ ഡ്രസ്സ് ഇട്ടത് ഒട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. അവൾക്കാണെങ്കിൽ റാഷസ് പോലെയൊക്കെ ദേഹത്തൊക്കെ ചുവന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടത്തെ ആ ഒരു സീക്വൻസ് ഒക്കെ ഇങ്ങനെ മുഖത്ത് ഒരഞ്ഞിട്ട് അവൾക്ക് അവിടെ മുറിവ് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുല്ല് ഞാൻ അപ്പോഴേ ഊരി കളഞ്ഞു കേട്ടോ കണ്ടപ്പോഴേ. എൻ്റെ കുഞ്ഞ് അപ്പോഴേ പിന്നെ ആ ഡ്രസ്സ് ഊരിയിട്ട് പിന്നെ രാവിലെ ഇട്ടിരുന്ന് തന്നെ പിന്നെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഉണന്നാ അമ്മയുടെ പൊന്ന്. നമ്മുടെ പൊന്നിന്റെ ദേഹം എല്ലാം ഒരുമാതിരിയായി ചോന്നു. അമ്മയും ശാലും അങ്ങ് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നേരത്തെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിറകെ പിന്നെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അച്ഛൻ വന്നതിന് ശേഷം പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്ത് കൊണ്ട് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പോവാൻ കൊച്ചോറ എന്തൊരു ജീവിയാണെന്ന് ഇത്. നിനക്ക് അന്നൊരു വയലറ്റ് ഒരു ബ്ലൂ തന്നില്ലേ അവള് സ്റ്റഗ് വലുതാണ്. കൈയില്ലാത്ത കൈയില്ലേ എന്തിന്? കാറെടുത്തപ്പോ അച്ഛ കാറെടുത്തപ്പോ തുള്ളല്. എവിടെ പോവാനോ എവിടെ പാലാ വിളിക്കുന്ന എന്ത് വേണം നിനക്ക്? വരുമ്പോ ഞങ്ങള് ഉമ്മയെന്നൊക്കെ പറയും. ഒരു മറുപ്പ് പോണേടി. അങ്ങനെ ഇത് അമ്മയും ശാലുവിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ തൊട്ടപ്പുറത്തോട്ട് മാറി നിന്നിട്ട് പിന്നെ ഇതാ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഋതുട്ടൻ എൻ്റെ ചെവിയെല്ലാം അള്ളി മാന്തി എൻ്റെ കമ്മലൊക്കെ ഊരി ആളിങ്ങി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിൻ്റെ ചെവിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നേരെ പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛനിവിടെ ആ ഒരു തെങ്ങ് അവിടെ നിന്നായിരുന്നു കേട്ടോ. അതിനെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അച്ഛൻ തെങ്ങ് നടന്നെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അച്ഛന് അത് പിടിച്ചൊക്കെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഞാനും അമ്മയും കൂടെ. ഋതുവിനെ ആണെങ്കിൽ രാത്രിയിൽ ഞാനൊന്ന് മേല് കഴുകി എടുക്കാറുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ആള് ഒന്ന് ഉറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നേരത്തെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കാനുള്ള ശ്രമങ്ങളാണ് കേട്ടോ. അപ്പം സന്ധ്യ ആയതുകൊണ്ട് തന്നെ പുറത്ത് കൊണ്ടുപോയി കുളിപ്പിക്കുന്നില്ല. അകത്തോട്ട് തന്നെ നിർത്തിയിട്ട് അവളെ മേലൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മ ഇതാ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഇപ്പം എറണാകുളത്തോട്ട് തിരിച്ച് പോകും. മുന്നിയൊക്കെ ഇന്ന് തന്നെ അങ്ങ് പോകുന്നുണ്ട് തിരിച്ച്. അപ്പോൾ അവൾക്ക് നാളെ കണ്ട് ജോലിക്ക് കയറുന്നുണ്ട്. 7 മാസത്തെ വ്യത്യാസമല്ലേ ഉള്ളു. അപ്പൊ ഫുള്ള് ഇവിടെ ബഹളവും കളിയും അടിയിടിയും ബഹളമായിരിക്കും.
പൊന്നുകാരല്ലേ ഇനിയിപ്പൊ ഋതുവിന്റെ ബർത്ത്ഡേക്ക് തുള്ളണെങ്കിൽ ഇവളുടെ ബർത്ത്ഡേ ദിവസം വരുന്ന നോക്കിയോ കമ്മും കൂടി മാറ്റി സന്തോഷായി സന്തോഷം രണ്ടുപേർക്കും സന്തോഷം ചാടി പോവാ ഫ്രണ്ട് എക്സ്പ്രഷൻ ആണ് കാണുന്നത്. മുത്ത അറ്റാച്ചാണ് കേട്ടോ പൊന്നിനെ പ്രാവശ്യം എടുത്തിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഋതുവിന് ആദ്യം കാണുമ്പോൾ ഭയങ്കര തുള്ളലാട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം വരുമ്പോഴാണ് ഈ ഒരു തുള്ളൽ കാണിക്കുന്നത് തന്നെ. അവളിങ്ങനെ തുള്ളിക്കൊണ്ടേ ഇരിക്കുക, അവൻ്റെ അടുത്ത് കളിക്കാനും എടുക്കാനും ഒക്കെ. ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, 6-7 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആൾക്ക് ആ ഒരു പ്രായത്തിൻ്റെ ഒക്കെ വെച്ചിട്ടായിരിക്കും. ആദ്യമോനെ കാണുമ്പോഴത്തേക്ക് ഇവള് ഋതു കിടന്ന് ഭയങ്കര തുള്ളലും ബഹളവും, അവൻ്റെ കൂടെ കളിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് കേട്ടോ. അവരിറങ്ങിയതിന് ശേഷം എന്താ ഋതുവിനെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചതിന് ശേഷം എന്താ ഫുഡ് എടുക്കാമെന്ന് കരുതി കേട്ടോ. നമ്മളിന്ന് വേറെ ഒന്നും രാത്രിയിലൊന്നും വെക്കുന്നില്ല. ചോറ് ഉച്ചക്കാലത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അതായത് ഫ്രൈഡ് റൈസ് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാത്രിയിൽ ഇന്ന് അതാക്കാമെന്ന് കരുതി. പിന്നെ ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പീസ് ഇല്ലായിരുന്നു കേട്ടോ ചിക്കൻ കറിയുടെ. പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ചു. പക്ഷേ ഗ്രേവി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനും പിന്നെ അവിടെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അച്ഛനും മോളും കൂടെ. അങ്ങനെ ഋതുവിനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് പാത്രം കഴുകുന്ന ആയാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആയാലും ക്ലീനിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കണ്ട് അവൾ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും.